ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വാലിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന പച്ചച്ചീരയാണ്. നമ്മളെ വീട്ടിൻ്റെ വളപ്പിൽ തന്നെ ഉണ്ടായിരുന്നു പച്ചച്ചീര. അപ്പോൾ ചുവപ്പും പച്ചയും ഉള്ളതാണ്, പക്ഷേ ഞാൻ പച്ചയാണ് എടുത്തത്. അപ്പോൾ ഈ ചീര എങ്ങനെ തോരൻ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ തോരൻ വയ്ക്കാനാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പം ഞാൻ ഒരു മുട്ടയും ചീരയും അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചീരയും സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാൻ നമുക്ക് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു അടുപ്പ് കത്തിച്ച് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ചീര എല്ലാവരും വെച്ചിട്ടുണ്ട്, അറിയാം. പക്ഷേ ഒരു മുട്ടയും കൂടെ നമ്മൾ ചേർക്കും. 1 2 മുട്ട ചേർത്തിട്ട് നമുക്ക് വയ്ക്കാം. ഇപ്പം ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കടായി ഒന്ന് ചൂടാവട്ടെ. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം സവാളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, അതിട്ടു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 3 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിതിൽ ചതച്ചെടുത്തിട്ടുള്ളത്. അത് കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സവാള ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു. അപ്പോൾ നമ്മൾ ഒരു മുട്ടയാണ് ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ചീരയ്ക്ക് ഒരല്പം ജീരകം മതി. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചച്ചീരയാണ്, നമുക്കത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ ചീരത്തോരൻ റെഡിയായാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫാക്കുകയാണ്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഉപയോഗിക്കില്ല, ഇലത്തോരനായതുകൊണ്ട് ഇതിലിട്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്ദി, നമസ്കാരം.